താരാഘട്ട് മലമുകളിൽ നിന്ന് താഴേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ യാത്ര പോയത് വണ്ടിയിലാണ്, പിന്നീട് അവിടുന്ന് പോന്നത് നടന്നിട്ടായിരുന്നു. ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അജ്മീർക്ക് പോകുന്നവർ അവിടുന്ന് താരാഘട്ട് മലമുകളിൽ നിന്ന് സിയാറത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് നടക്കുന്നതായിരിക്കും നല്ലത്. കുറഞ്ഞ സമയങ്ങളാണ്, ചിലപ്പോൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ 2 മണിക്കൂർ ഏകദേശം അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ താരാഘട്ട് മലമുകളിൽ നിന്ന് താഴേക്ക് എത്താൻ സാധിക്കും. വളരെ സന്തോഷത്തോടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഉസ്താദിൻ്റെ മക്കൾ ആണ് കൂടെ ഉണ്ടായിരുന്നു. ഉസ്താദും ഉണ്ടായിരുന്നു. ഉസ്താദ് റൂമിലായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് അത് എങ്ങനെയാണ് അവിടുന്ന് താഴേക്ക് വരുന്ന ആ ഒരു അന്തരീക്ഷമൊക്കെ എങ്ങനെ ആയിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളങ്ങനെ തിരിച്ചിട്ടുണ്ടായിരുന്നത്. വളരെയേറെ സന്തോഷം. ഒരുപാട് മക്കാമുകളൊക്കെ അതിൻ്റെ ഇടയിലും നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ താരാഘട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് മഹാന്മാരുടെ മക്കാമുകൾ അവിടെയുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഖാജയുടെ ഭാര്യ പിതാവായിരിക്കുന്ന വജീഉദ്ദീൻ മഷ്ഹദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതുപോലെ തന്നെ കുതിരയുടെ ഒരു കുളമ്പടി ശബ്ദം അത് നമുക്ക് അവിടെ ചുവട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഞാനതിൻ്റെ വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ അത് കാണിച്ചു തരണ്ട് ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ വെള്ളക്കുതിരയുടെ മക്ബറ, അതേപോലെ തന്നെ റോഷൻലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ മക്ബറ, അതേപോലെ തന്നെ ആയിരക്കണക്കിന് ശുഹദാക്കളുടെ മക്ബറ ഉണ്ട് കേട്ടോ. ആയിരക്കണക്കിന് ശുഹദാക്കളുടെ മക്ബറ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ താരാഘട്ടിലുള്ള ഒന്നാണ് സയ്യിദ് മീറാൻ ഹുസൈൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ മക്ബറ. അങ്ങനെ ഒരുപാട് മക്കാമുകൾ സന്ദർശിച്ചിട്ടാണ് നമുക്ക് അവിടുന്ന് യാത്ര തിരിക്കാൻ സാധിക്കുക. നമ്മുടെ ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് കറാമത്തുകൾ നമുക്ക് ഇന്നും അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. വിശദമായിട്ട് പറയേണ്ടതാണ്. അജ്മീർക്ക് പോകുന്നവർക്കറിയാം താരാഘട്ടിൽ പോകാതെ അവർ തിരിക്കൂല. അത്രത്തോളം അവിടുത്തെ ഓരോ മക്കാമിൻ്റെയും പ്രത്യേകതകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് താരാഘട്ടിൽ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഖാജയുടെ മക്കാമ് കാണാം. അജ്മീർ ഖാജയുടെ മക്കാമ് നല്ലതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. മേലെ നിന്ന് തന്നെ ചെറിയ രൂപത്തിലായിരിക്കും കാണാൻ സാധിക്കുക. പിന്നീട് നമ്മൾ മലമുകളിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ആ ഖാജയുടെ ആ കുബ്ബ നമുക്ക് ശരിക്കും കാണാം.